ഭർത്താക്കന്മാരുടെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് ഒരു വാക്ക് മിണ്ടാതെ അത് മറ്റാർക്കും മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇനി ഭർത്താക്കന്മാരുടെ സങ്കടം കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഭർത്താക്കന്മാർക്ക് പൊതുവെ ഇത് ഞാനൊന്നും എന്റെ സങ്കടമല്ല പറയുന്നത് കേട്ടോ. ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഭർത്താക്കന്മാർക്ക് പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ അവര് മൾട്ടി ടാസ്കേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ സ്ത്രീകളെ പോലെ ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു പലതും അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മറന്നു പോകുന്ന ആളുകളെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതിന്റെ ചില പൊടിക്കൈകൾ സ്ത്രീകൾ പ്രയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പലതവണ ബർത്ത്ഡേയെ കുറിച്ച് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ, പലതവണ സിനിമക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിക്കുന്നില്ല, ഇങ്ങനെയുള്ളതിന് എന്താ പറയാ, നമ്മള് തേനിൽ ചാലിച്ച് ഗുളിക കൊടുക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെ അവരുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ചില മാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീകൾ എപ്പോഴും അതായത് ഭർത്താവ് എപ്പോഴും ഭാര്യ തന്റെ ഒരു സുഹൃത്തും കൂടി ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഭാര്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പദവിയായിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതിനു പകരം കൂടെ നടക്കുന്ന രണ്ട് പങ്കാളികളാണല്ലോ, ജീവിത പങ്കാളികൾ ആണെന്നാ പറയുന്നത്. അപ്പൊ ശാരീരികമായും മാനസികമായും മറ്റു തരത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഈ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ജീവിക്കുന്നത്, അല്ലെ? സ്ത്രീയും പുരുഷനും വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയും ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ സ്ത്രീ പുരുഷന്റെയും പുരുഷൻ സ്ത്രീയുടെയും ഒരു നല്ല ഫ്രണ്ട് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അപ്പൊ അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു സപ്പോർട്ടായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഭർത്താവ് ചിത്രം വരക്കുന്ന ആളാണെങ്കിൽ പിന്നെ ഇതെന്താണ് രാവിലെ മുതലേ ഇരുന്ന് വരച്ചോണ്ടിരിക്കുന്നത്, വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ മറ്റ് കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന നമുക്ക് ഭർത്താവിന് പെയിന്റ് ചെയ്യാനുള്ള ഒരു ബ്രഷോ ഒരു പെയിന്റോ കൂടെ കൊണ്ടുകൊടുത്തിട്ട് ഇതിൽ എനിക്കും താല്പര്യമുണ്ട്, ഞാനും താങ്കളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. അതേപോലെ പാട്ട് മറ്റേ വിധത്തിലും ആവാം അല്ലെ, ഏതില് ഭർത്താവ് ഭാര്യയ്ക്കും ആവാലോ. അത് തീർച്ചയായിട്ടും ഞാൻ ഇത് ഭർത്താക്കന്മാരുടെ സങ്കടം പറയാനുള്ള സമയമാണ്. ഭാര്യമാരുടെ സങ്കടത്തിന് ആവശ്യത്തിന് സമയം തന്നു കഴിഞ്ഞു. ഞാൻ ഇപ്പം ഭർത്താക്കന്മാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഭർത്താക്കന്മാരുടെ സങ്കടങ്ങളാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡ്സ് ഓഫ് അപ്രിസിയേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. അതായത് ഒരു രാവിലെ മുതൽ വൈകുന്നേരം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് അപ്രിസിയേഷൻ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു ടീമിനെ ലീഡ് ചെയ്യുമ്പോഴും ഒരു ലീഡർക്ക് വേണ്ടതൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്രിഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുപോലെ ഭർത്താവ് ഭാര്യ, ഇനിയിപ്പോ ഞാൻ വ്യത്യസ്തത മാറ്റി നിർത്തി, ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും എന്തെങ്കിലും ഒരു ക്വാളിറ്റി എന്താണോ അവർ ഇത് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യും, അവരെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഈ പെട്ടെന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമക്ക് ഉണ്ടാവാത്ത സമയത്ത് അല്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേക്ക് മറന്നു പോകുന്ന സമയത്തൊക്കെ ചില ആളുകൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി അവരുടെ സൈലൻസ് ആണ്. ചിലർ ഒരു 2 ദിവസമൊക്കെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ചിലർ ഒരു ദിവസം, ചിലർ 2 മണിക്കൂർ ഒക്കെ ഉണ്ടാവും. അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ മിണ്ടാതിരിക്കുക എന്നുള്ളത് സ്ഥിരം മിണ്ടുന്ന ആളെ സംബന്ധിച്ച് അയാളെ കൊല്ലുന്നതിന് തുല്യമാണ്. അത് ചിലര് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലര് പിന്നെ പുരുഷന്മാരാണ് മിണ്ടാതിരിക്കുക, ദേഷ്യം മനസ്സിന് സങ്കടം വന്നാൽ അവർ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമൊക്കെ മിണ്ടാതിരിക്കും. എന്നിട്ട് പിന്നെ മിണ്ടാത്തതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇന്ന കാര്യത്തിനായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഊരാക്കുടുക്ക് വരുന്നത്. പിന്നെ ഇത് കണ്ട് അടുത്ത പാർട്ണർ കൂടി മിണ്ടാതിരുന്നാലോ വലിയ പ്രശ്നങ്ങളാവും. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ സൈലൻസും അതൊരു വലിയ ഒരു കാര്യമാണ്. പിന്നെ പൊതുവെ പിന്നെ സാധാരണ പറയും ഈ നമ്മളൊരു പുച്ഛത്തോടു കൂടി സംസാരിക്കുക എന്ന് പറയും പലപ്പോഴും. നേരത്തെ ലക്ഷ്മി അടുത്ത് പറഞ്ഞില്ലേ, ഒരു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന ഒരു പെൺകുട്ടി പിന്നെ ഒരു ആണിന്റെ വീട്ടിലാ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗസ്റ്റ് ആണ് അവള്, അല്ലെ? അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മളെ സുഹൃത്തുക്കളോ പിന്നെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അവരെ പരമാവധി കംഫർട്ട് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് അവരെ എന്താ പറയാ ഫീൽ ഹോം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുവരികയല്ലേ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളെയും കംഫർട്ട് ചെയ്യാനുള്ള ഇത് പുരുഷന്മാരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ രണ്ടുപേരുടെയും ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ദേഷ്യം ഒരിക്കലും അവരുടെ മേലെ ചാരാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ മിണ്ടാതിരിക്കുന്ന സമയത്താണ് പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു ബന്ധുവോ അങ്ങനെ ആരെങ്കിലും വീട്ടിൽ വരുവാന്ന് വെച്ചു, സ്വാഭാവികമായിട്ടും അതിന്റെ ചില ഈർഷ്യയൊക്കെ അതിൽ വരും. പിന്നെ ഈ സംസാരത്തിൽ ചിലപ്പം ചെറിയ പരാമർശങ്ങൾ
പിന്നെ കുത്തുവാക്കുകൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് വീണ്ടും കൂടുതൽ സങ്കീർണമാവാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേര് തമ്മിലുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഉറപ്പിച്ച് തീരുമാനിച്ചതാണ്. അത് അവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്ത് വേണമെങ്കിലും രണ്ട് കുടുംബത്തെ കുറിച്ചും അന്വേഷിക്കായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും കുടുംബങ്ങളെ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റാളുകളെ പഴിചാരുകയോ അവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയോ അവരെ ഇൽട്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നത് രണ്ടുപേർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ചർച്ചയുടെ ആ അരങ്ങിന് വേണ്ടിയാണ് സ്ത്രീയും പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. വീട്ടുകാരെ കുറിച്ചാണ് മാത്രമല്ല, ഇപ്പൊ ഭർത്താവിനെ കുറിച്ചാണെങ്കിലും ഭർത്താവ് ഭാര്യയെ കുറിച്ചാണെങ്കിലും ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു തരം താഴ്ത്തിയിട്ട് പറയണ അതൊരിക്കലും നല്ലതാണ്. അതൊരു വ്യക്തിത്വത്തിന്റെ ഭാഗം, നല്ല വ്യക്തിത്വത്തിന്റെ ഭാഗമല്ല. അത് മാത്രമല്ല, ഇത് ഇങ്ങനെ ചെയ്താൽ അത് കൂടുതൽ എന്താ പറയാ സുഖകരമല്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഈ മിണ്ടാതിരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഭാര്യ മിണ്ടാതിരിക്കുമ്പം ഭർത്താവ് നല്ലൊരു പാട്ട് പാടിയിട്ട് ചോദിച്ചാൽ മതി, നീ എന്താണ് മിണ്ടാത്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ടാണ്. അപ്പം ഈ ജീവിതം സംഗീതമയമാക്കാൻ പാട്ടിന് എത്രയൊക്കെ പ്രാധാന്യം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പാട്ടാണ് അത് അടുത്തത്. നമ്മുടെ ശ്രീ അഷ്റഫ് മഹമ്മൂദ് അഷ്റഫിക്കയാണ് ആ പാട്ട് പാടുന്നത്. പഴയ പാട്ടാണ്, ജ്ഞാനസുന്ദരിയില്. മനോഹരമായിട്ട് പറഞ്ഞത് മനസ്സിലായില്ല. മിണ്ടാത്തത് എന്താണ് തത്തേന്ന് കമുകറ അതേ മോഡല് അഷ്റഫ് നന്നായിട്ട് പാടി. ആ ശരിക്കും ആ പാട്ടിന്റെ ഫീൽ ഉൾക്കൊണ്ട് പാടി. ഇനിയിപ്പോ മാനത്ത് നിന്നും വഴിതെറ്റി വന്ന മാലാഖയല്ലോ നീ എന്ന് ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അവളുടെ പരിഭവം മുഴുവൻ തീർന്നില്ലേ? അതില് വീഴാത്ത ഭാര്യ ഉണ്ടാവുമോ? അറ്റ്ലീസ്റ്റ് അടുത്ത ബർത്ത്ഡേ വരെയെങ്കിലും ക്ഷമിക്കും അല്ലെ? ഒരു പ്രാവശ്യം അത് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും ഈ പാട്ടിലെ വരികൾ ഓർത്തു വെക്കും ഇനി പറയാൻ വേണ്ടി. ഓർക്കണം, പറയണം.